ന്യൂ ഇയറിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ തേടിയൊരു പുതിയ പ്രൊഡ്യൂസർ വരികയാണ്. കൊല്ലത്തുകാരൻ പീറ്റർ ഫെർണാണ്ടസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കമ്പനി പ്രതീക്ഷ പിക്ചേഴ്സ്. അവരന്ന് കുറേ തമിഴ് പടങ്ങളൊക്കെ മലയാളത്തിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരു സിനിമ മലയാളത്തിൽ ചെയ്യണം, അപ്പം ഞാൻ സംവിധാനം ചെയ്യണം. അപ്പം അങ്ങനെ മറ്റാരെയും സാധാരണ നമുക്ക് ഒന്നിലൊരു റൈറ്ററുമായിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷനിൽ വരും. ഇത് അദ്ദേഹം നേരിട്ടൊരു ദിവസം ഊട്ടിയിൽ വരുന്നു, വൃന്ദാവൻ ഹോട്ടലിൽ വരുന്നു, സംസാരിക്കുന്നു, ലൊക്കേഷനിലെല്ലാം വരുന്നു. അപ്പോൾ ഒരു സിനിമ ചെയ്യണം. പക്ഷേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കുക എന്നുള്ള രീതിയിൽ ന്യൂ ഇയർ കഴിയട്ടെ, അപ്പോൾ അതിനിടയിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ രഞ്ജിത്ത് ഇടയ്ക്കൊന്ന് ഊട്ടിയിൽ വന്നിരുന്നു. ഞങ്ങൾ ചെറിയ ഡിസ്കഷനും കാര്യങ്ങളും നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലൊക്കെ വരും. അപ്പോൾ ഞാൻ രഞ്ജിത്തിനോട്, രഞ്ജിത്ത് നമുക്കിങ്ങനൊരു സിനിമ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വിട്ടൊരു സിനിമ ചെയ്യണം. അപ്പം ഞാൻ അതിന് മുമ്പ് ചെയ്തതെല്ലാം ഈ ഡേവിഡ് ആയാലും വിറ്റ്നസ് ആയാലും കാലാൾപ്പടയായാലും ന്യൂ ഇയർ ആയാലും എല്ലാത്തിനും ഒരു ത്രില്ലർ സ്വഭാവവും ഒരു ക്രൈം സ്വഭാവവും എല്ലാം അതിനകത്തുണ്ട്. ആക്ഷൻ സ്വഭാവം ഉണ്ട് അതിനകത്ത്. അതിനകത്ത് ഹ്യൂമറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിപ്പം വിറ്റ്നസ്സിൽ ഒരു ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഹ്യൂമറായിരുന്നു. അത് കാലാൾപ്പടയിലും അത്യാവശ്യം ഹ്യൂമറൊക്കെ എൻ്റെ ഇടയിലുണ്ട്. ന്യൂ ഇയറിൽ ഹ്യൂമറൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിട്ട് ഒരു ഫൺ സിനിമ ചെയ്യണം, അങ്ങനൊരാഗ്രഹം. അപ്പോൾ രഞ്ജി വന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെ 2-3 കഥകളൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. ഒരു രസകരമായ കുറേ കഥാപാത്രങ്ങളും. അന്ന് ആയിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് സിനിമ, ഒരു പ്രസിദ്ധമായ ഇംഗ്ലീഷ് സിനിമയുണ്ട്, കമ്മിങ് ടു അമേരിക്ക എന്ന് പറഞ്ഞിട്ട്. ഒരു സാധാരണ ഒരാൾ അമേരിക്കയിൽ വരുന്നതും അതിൻ്റെ രസകരമായ അനുഭവങ്ങളാണ് ആ സിനിമ. ഹ്യൂമറസ് സിനിമയാണ്. അപ്പോൾ അത് ഞാനും രഞ്ജി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻസ്പിറേഷനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അതുപോലൊരു പാറ്റേണിലൊരു സിനിമ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പം അതൊരു ഗ്രാമത്തിലെ ഒരു കഥാപാത്രം, അതൊരു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നൊക്കെ പറയുന്ന പേരുള്ള ഒരു പഴയ തറവാട്ടിലെ ഒരാൾ, ഒറ്റ മകൻ, അത്യാവശ്യം ഭൂസ്വത്തൊക്കെ ഉള്ള ഒരു കുടുംബം. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് കാലം കാത്തിരുന്നുണ്ടായ കുട്ടി. ജ്യോത്സ്യന്മാർ പറഞ്ഞ് ഈ കുട്ടിക്ക് 10-30 വയസ്സ് വരെ അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങളുണ്ടാകുന്നുണ്ട് 30 വയസ്സ് വരെ പുറത്തേക്കൊന്നും വിടരുത്. അപ്പോൾ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തുന്നൊരവസ്ഥ, സ്കൂളിൽ വിടില്ല. അപ്പോൾ അങ്ങനെ അതിനടുത്തുള്ള ഒരു ആളായിരുന്നു ഇയാളൊരു കളിക്കൂട്ടുകാരനായിരുന്നു, കുഞ്ഞിക്കുട്ടൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ. അത് ജയറാം ചെയ്തൊരു ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെ ഒരാൾ, ഇയാളുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇയാൾക്ക് ഈ സമൂഹ പശ്ചാത്തലമൊന്നും അറിയില്ല, കാശിനെന്ത് വിലയുണ്ടെന്നോ അതിനെപ്പറ്റിയൊന്നും ഇയാൾക്ക് അറിയില്ല. അപ്പോൾ ഇയാളെ പരിചരിക്കാൻ വേണ്ടി വരുന്ന 2 ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, വലിയ രാമൻ നായർ, ചെറിയ രാമൻ നായർ, എല്ലാം ഫണ്ണി ക്യാരക്ടേഴ്സാണ് സിനിമയിലെ. ആ സിനിമയുടെ പേരാണ് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അങ്ങനെ പപ്പേട്ടനായിട്ട് നല്ല അടുപ്പമായിരുന്നു. പപ്പേട്ടൻ വിളിച്ചെൻ്റെ ചോദിച്ചു, എന്ത് അങ്ങനെ പേരിട്ടത്? എൻ്റെ ഗ്രാമങ്ങളിൽ ചെന്ന് രാവാർക്കുക എന്നുള്ള ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു രസമല്ലേ ഇത്, നഗരങ്ങളിൽ ചെന്ന് രാവാർക്കുക എന്ന് പറയുന്നത്. ആ സിനിമ കണ്ട പപ്പേട്ടൻ എൻ്റെ ഇത് മാറുമെന്ന് പറഞ്ഞു. അത് അങ്ങനൊരു സിനിമ, വളരെ ഫണ്ണി സിനിമ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ നായികയായിട്ട് വന്നത് വൈശാലി എന്ന സിനിമയിൽ അഭിനയിച്ച സുവർണയുടെ 2ാമത്തെ സിനിമയാണ്. അപ്പോൾ സുവർണയ്ക്കാണെങ്കിൽ ഒരക്ഷരം മലയാളം അറിയില്ല, ഒരു രക്ഷയില്ല. ഇതിനെ ഡയലോഗ് പഠിപ്പിക്കാൻ പെടുന്ന പാട് ഒരു രക്ഷയില്ല. രാത്രി മുഴുക്കിയ ഒരു സീനൊക്കെ എടുക്കാൻ ഡയലോഗ് പഠിപ്പിക്കാൻ പെട്ട് പാടുപെട്ടുപോയി. അവസാനം ലോങ് ഷോട്ടിലൊക്കെ വെച്ച് പറയിക്കേണ്ടി വന്നു. ഇതിൽ വേറൊരു വലിയ തമാശയുണ്ട് ഇതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലും, അതും കൂടെ പറഞ്ഞു പോയാലേ ഇതിൻ്റെ രസമുള്ളൂ. ഇതിലൊരു സീക്വൻസ് ഉണ്ട്. ഈ ജയറാമിൻ്റെ കൂടെ വലിഞ്ഞു കയറി ശ്രീനിവാസൻ സിറ്റിയിൽ വന്നു. ഇയാൾ കാണിക്കാത്ത കുഴപ്പങ്ങളൊന്നുമില്ല, ഇയാളുടെ കയ്യിലെ പൈസയെല്ലാം പോയി, ഇയാൾ വലിയൊരു ശല്യമായി മാറി. അതിലിപ്പോഴും യൂട്യൂബിൽ ഏറ്റവും ഹിറ്റായിട്ടൊരു സീക്വൻസ് ഉണ്ട്. വിശന്നിട്ട് നിവർത്തിയില്ല, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകും, ഒരു പൈസ കയ്യിലില്ല അവരിൽ. അപ്പം ജയറാം പറയും, ശ്രീനിവാസൻ എന്ന് പറയും, നീ ഒന്നും മിണ്ടരുത് കുഞ്ഞിക്കുട്ട, ഞാനിവിടെ ഒരു നമ്പർ ഇറക്കാൻ പോവാണ്, നീ മുട്ട കഴിച്ചോളണം, ഇനി 3 ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയൊന്നുമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് റോട്ടിൽ കിടന്നൊരു പാറ്റ എടുത്ത് പയ്യെ
പോക്കറ്റ് ഇട്ടിട്ട് റെസ്റ്റോറൻറ്റിൽ പോകും. ഭക്ഷണം ബിരിയാണി എല്ലാം വാങ്ങിച്ച് ഇഷ്ടം പോലെ കഴിച്ചിട്ട് അവസാനം കുഞ്ഞി പാറ്റി അകത്തിട്ടിട്ട് ഒന്ന് വിരവി ഹേയ് എന്ന് പറഞ്ഞിട്ട് ജയറാം ചാടി എണീച്ച് വലിയ ഇഷ്യൂ ഉണ്ടാക്കും. മാനേജർ വരും, വലിയ പ്രശ്നമാവും. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ശ്രീനിവാസൻ പറയും, എന്താടാ നീ പറയണത്, റോഡിൽ കിടന്ന പാറ്റയെ നീ എല്ലാം എടുത്തുകൊണ്ട് ഇതിനകത്ത് ഇട്ടത് എന്ന് പറയുന്ന അതും കൂടെ ആയപ്പോഴത്തേക്കും ജയറാം തകർന്ന് ഇയാളെ എങ്ങനെയും പുറന്തള്ളിയേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഇയാൾ ഒരു ബോട്ടിൽ കയറ്റി വിടുകയാണ്. കയറ്റി വിട്ടിട്ട് ഇയാൾ ജയറാമിനെ കാണാതെ കായലിലെടുത്ത് ചാടുന്നു. അവസാനം ആ കൊച്ചി കായലിൽ നീന്തി കടന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞ് ഇയാളെ ഹാരം ഇട്ട് തിരിച്ച് ജയറാമിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവിടെ ആ സ്ഥലം എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ ഉള്ള കുറേ ഫണ്ണി സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നെടുനെടങ്കൻ ഡയലോഗാണ്. വന്നിട്ട് പറയുന്ന നാസർ ലത്തീഫ് എന്നൊരു ആക്ടറാണ്. അപ്പോൾ നാസർ ലത്തീഫ് അന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ നാസർ ലത്തീഫിന് ഇത്രയും വലിയ ഡയലോഗ് നാസറിന് പറയാനേ പറ്റുന്നില്ല. വലിയ പ്രശ്നം. എത്ര പ്രാവശ്യം പറഞ്ഞാലും ശരിയാവുന്നില്ല. അപ്പോൾ രഞ്ജിത്തുണ്ട്, രഞ്ജിത്തിന് ദേഷ്യം വരുന്നു, എല്ലാവർക്കും ദേഷ്യം വരുന്നു. അത് മാത്രമല്ല, ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ജയറാം, ശ്രീനിവാസൻ തുടങ്ങി മറ്റ് ആർട്ടിസ്റ്റുകൾ, ഇത് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനത്തിൻ്റെ കൂട്ടം, അവരെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസുകാർ, ഇതെല്ലാം കൂടെ വന്ന് ആപ്പാടൊരു വല്ലാത്ത സിറ്റുവേഷൻ. ഈ കായലിൻ്റെ കരയിലാണ്. അവസാനം ഇയാൾ ഡയലോഗും പറയുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നു. അവസാനം ഒരു പോലീസുകാരൻ രഞ്ജിത്തിനെ വിളിച്ചു, എന്താണ് അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞല്ല, അതിങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല, ഒരുപാടായി. അയാളൊരു 10 മിനിറ്റ് വിട്ടു തരാമോ, പറയിക്കുന്നല്ലോ ഇപ്പോൾ പറയിച്ചു തരാമെന്ന്. ഇത് കേട്ട് രഞ്ജിത്ത് പൊട്ടി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഓടി വന്ന് പറയാം, നമ്പി ആ പോലീസുകാരൻ്റെ അടുത്ത് ഇയാളെ വിട്ടുകൊടുത്താൽ 10 മിനിറ്റ് കൊണ്ട് അയാൾ ഡയലോഗ് അറിയിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സിനിമ പൂർത്തിയായി. ആ സിനിമ ഒരു ഓഗസ്റ്റ് റിലീസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ആ സിനിമ സമയത്താണ് സിദ്ദിഖും ലാലും കൂടെ ഡയറക്റ്റ് ചെയ്ത റാംജി റാവു സ്പീക്കിംഗ് എന്നൊരു സിനിമ വരുന്നു. അതും ഇതുപോലൊരു ഫണ്ണി സിനിമയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പം ആ സിനിമ ആദ്യം വന്നിട്ട് നമ്മുടെ സിനിമ പിന്നെ വന്നാൽ നമ്മുടെ സിനിമ ശ്രദ്ധിക്കപ്പെടില്ല എന്ന് ആരൊക്കെയോ ചേർന്ന് പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞ് ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് ഒരാഴ്ചയെങ്കിലും മുമ്പ് നമ്മുടെ സിനിമ റിലീസ് ചെയ്തിരിക്കണം. ഇത് ഇത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു, ഇത്രയും ആർട്ടിസ്റ്റ് ഡബ് ചെയ്യണ്ടേ, എന്തെല്ലാം ബുദ്ധിമുട്ടാണ്, നിസ്സാര കാര്യമാണത്. അവസാനം ഞങ്ങൾ വെച്ച ഡേറ്റിനേക്കാൾ 1 മാസം മുമ്പ് ചെയ്യണമെന്നാണ് പറയണത്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ചിത്രാഞ്ജലിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയൊക്കെയോ ഡേ ആൻഡ് നൈറ്റ് വെച്ച് അടിച്ച് തീർക്കുന്ന. അതായത് പക്കയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്കയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചർച്ച ചെയ്യാൻ പറ്റിയില്ല, റീ റെക്കോർഡിങ്ങിന് പോയിരിക്കാൻ പറ്റിയില്ല, മിക്സിങ്ങിന് പോയിരിക്കാൻ പറ്റിയില്ല. അവസാനം പാവം എഡിറ്റർ ഹരിഹരപുത്രനാണ് എഡിറ്റർ. ഈ രാത്രി വർക്ക് ചെയ്യുക. ഒരു ദിവസം രാത്രി ഇയാളിങ്ങനെ ചുറ്റി ഇയാൾ ഉറങ്ങിപ്പോയി. ഇയാളുടെ വിരൽ ഇതിൻ്റെ ഇടയിലായിപ്പോയി, വിരൽ കട്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ആ പടം റിലീസ് ചെയ്തു. പക്ഷേ റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റേ റാംജി റാവു വന്നു. റാംജി റാവു ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഒട്ടും ആളില്ലാതെ പോയ പടമാണ്. നഗരങ്ങളിൽ ചെന്ന് രാവാർക്കും ആ സമയത്ത് വളരെ ഇത് വന്നു. പക്ഷേ ഫൈനലി റാംജി റാവു അങ്ങ് ക്ലിക്കായി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ പടം ഒന്ന് സക്സസ് ആയെങ്കിൽ പോലും ഒരു സൂപ്പർ ഹിറ്റായില്ല. പക്ഷേ അതൊരു സൂപ്പർ ഹിറ്റ് ആവേണ്ട പടമായിരുന്നു. ആ സിനിമ സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു കാറ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് സുരേഷ് ഗോപി അന്ന് മാരുതി കാറ് വളരെ ഫേമസ് ആയിരിക്കുന്ന സമയമാണ്. സുരേഷ് ഗോപി അന്നൊരു 4-5 മാരുതി കാർ ഒന്നിച്ച് ബുക്ക് ചെയ്തു. അപ്പം മാരുതി കാറിന് അന്നൊരു മാർജിനും ഉണ്ട്. അപ്പോൾ സുരേഷ് ഗോപി, തമ്പി ഞാൻ ബുക്ക് ചെയ്ത് ഒരു വണ്ടി തമ്പി എടുത്തോ, എനിക്ക് മാർജിനൊന്നും വേണ്ട, ഞാൻ അടച്ച പൈസ എനിക്ക് തന്നായിരുന്നു. അങ്ങനെ എനിക്ക് ആ പൈസ ഞാൻ കൊടുത്തിട്ട് വണ്ടി എടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ അത് ഡേ ആൻഡ് നൈറ്റ് വർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മയില്ലാത്തൊരവസ്ഥയിൽ വരെ വന്നിട്ടുണ്ട് ഞാൻ. നമ്മൾ മിക്സിങ്ങൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ഉറങ്ങിപ്പോവും സിനിമ, കാരണം അത്ര ബോധമില്ലാത്തൊരവസ്ഥ. ചിത്രാഞ്ജലിയിലെ ഹരി എന്ന റെക്കോർഡ് ശ്രദ്ധേയമാണത് പടം മിക്സ് ചെയ്തൊക്കെ. ഹരി ഞാനായിട്ട് വളരെ ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സറിയാം ഹരിക്ക്. ഞാനിപ്പോൾ എനിക്ക് ഉറങ്ങിയാലും ഹരി അത് കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ പലപ്പോഴും നമുക്ക് നിവൃത്തിയില്ല, അത്രത്തോളം ക്ഷീണിതനായിട്ടുണ്ട് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട്ടിൽ പോകുന്ന ദിവസം കുറച്ച് പൈസ ഒരു കവറിലിട്ട് എൻ്റെ തന്നു. എത്ര പൈസ ഞാൻ എണ്ണി പോലുമില്ല. ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, ആ അവസ്ഥയിലാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അവിടെ ജഞ്ഞലിൻ്റെ അവിടെ ആ താഴത്തൊരു മേശപ്പുറത്ത് ആ പൈസ വെച്ചിട്ട് ഞാൻ ബോധം കെട്ടിരുന്ന് ഉറങ്ങി. ഒരു പിറ്റേ ദിവസം രാവിലെ എണ്ണി നോക്കുമ്പം ജഞ്ഞൽ അടച്ചിട്ടില്ലായിരുന്നു, ആ പൈസയും കാണാനില്ല. കവറോട് ആരും അടിച്ചുകൊണ്ട് പോയി, കൈയിട്ട് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് പോയി വീട്ടിൽ നിന്ന്.
പക്ഷേ എത്ര രൂപ പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ മാനേജർ കലൂർ ശശിയായിരുന്നു. ശശി വിളിച്ച് ചോദിച്ചപ്പോഴാണ് 50,000 രൂപയായിരുന്നു. അന്ന് 50,000 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എൻ്റെ ശമ്പളത്തിൻ്റെ ഏകദേശം പകുതിയോളമുള്ള പൈസയാണ് അങ്ങനെ അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിൽ ആ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രം ശ്രീനിവാസൻ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തോട് ഇത് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസൻ എന്ന് അറിയപ്പെടുന്ന റൈറ്ററാണ്. ഡയറക്ടറുമായി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ശ്രീനിവാസൻ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ എല്ലാ സീനിലും ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹം ഇല്ലാത്ത സീനിൽ പോലും ചില ഡയലോഗും കാര്യങ്ങളും, അങ്ങനെ ആ ഡയലോഗിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ശ്രീനിവാസൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ചില സീനൊക്കെ നമ്മൾ അപ്പം പോയി ഉണ്ടാക്കിയ സീനുകളുണ്ട്. അതിലൊരു ഉദാഹരണം പറയാം. ഞാൻ അഭിനയിച്ചൊരു സീനുണ്ട്. ഇപ്പോഴും അത് ആൾക്കാർ എന്നെ കണ്ട് ചോദിക്കുന്ന സംഭവം. ഞാൻ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, ഞാൻ ആലോചിച്ചതല്ല, ചിന്തിച്ചതുപോലുമല്ല. ഫോർട്ട് കൊച്ചിയിൽ ഒരു സീനാണ്. അപ്പോൾ ശ്രീനിവാസൻ അവിടെ പുള്ളിക്ക് നാട്ടിൽ നിന്നൊരു ചക്ക കഴിക്കണമെന്ന് വലിയ ആഗ്രഹം, ചക്കപ്പഴം. അപ്പോൾ പുള്ളിക്ക് എവിടെ ചക്കപ്പഴം കിട്ടുമെന്നറിയില്ല. അപ്പം ഒരു ടാക്സി സ്റ്റാൻഡ് നമ്മളവിടെ സെറ്റ് ചെയ്തു ഫോർട്ട് കൊച്ചിയിൽ. ശ്രീനിവാസൻ ഇങ്ങനെ വരികയാണ്. അപ്പം ശ്രീനിവാസൻ നാട്ടിൽ നിന്ന് പൈസ എല്ലാം കൂടെ പുള്ളി ഒരു മറ്റേ മടിത്തട്ടിൽ ഇതിന് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് ടാക്സി ഡ്രൈവർമാരെടുത്ത് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് ഇന്ന സ്ഥലത്ത് കിട്ടും പോകുമെന്ന് പറയണതാണ് സ്ക്രിപ്റ്റിലെ സീൻ. അവിടെ ചന്തയിൽ കിട്ടും, പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഡ്രൈവർ പറഞ്ഞു വിടുന്നു. ഇയാൾ പോകുന്നു. ഷീനി പറഞ്ഞു അതിനൊരു ഫണ്ണില്ല, നമുക്കിതിനൊന്ന് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവർ അകത്ത് വിളിക്കും. എന്താ വേണ്ടത്? അപ്പോൾ ഒരു ചക്കപ്പഴം കഴിച്ചിട്ട് വേണം നാളെ. ചക്കപ്പഴം എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഈ ചക്ക. അപ്പം പുള്ളി ഒരു ലോകം കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലാവും. അപ്പോൾ ചക്കപ്പഴത്തിന് വാങ്ങിയ പൈസ ഉണ്ടോ പിന്നെ എന്ന് പറഞ്ഞ് മടി ഇങ്ങനെ അയച്ച് കാണിക്കും. അപ്പം 100 ഭയങ്കര നോട്ടും സ്വർണ്ണമൊക്കെ ഇരിക്കുകയാണത്. ഇതിങ്ങനെ അയച്ച് കാണിക്കും. ഇപ്പം ഡ്രൈവർ ഈ ഡ്രൈവർ 2 പേരും പരസ്പരം നോക്കിയിട്ട് പറയും ഞാൻ ചക്കപ്പഴം ശരിയാക്കി തരാം, ചക്കപ്പഴം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ഈ ടാക്സി കയറ്റും. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് ഒന്ന് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ആ സീനിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഒരു ഡ്രൈവർ അങ്ങോട്ട് പോയാൽ എന്താ, ഇത് മൊത്തം മാറി സീൻ. ഇപ്പോൾ ആരും പെർഫോം ചെയ്താലല്ലേ നിൽക്കത്തുള്ളത്. ആര് ചെയ്യും? അവൻ ആർട്ടിസ്റ്റിനെ ആരും വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഷീനി പറഞ്ഞു തമ്പി ചെയ്താൽ മതി റോള്. ഞാൻ പറഞ്ഞു ഞാനോ? അപ്പോൾ ഒന്നാമത് എൻ്റെ ഈ സൈസിനൊക്കെ പെട്ടെന്നൊരു ഡ്രസ്സ് കിട്ടാനൊക്കെ പാടാം. ഒരു കാക്കി ഷർട്ടൊക്കെ എവിടെ നിന്നൊക്കെ കോസ്റ്റ്യൂമർ ഒരു 10 മിനിറ്റ് വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അടിച്ച് തച്ചൊക്കെ അവസാനം ഒരു ഷർട്ടൊക്കെ റെഡിയാക്കി ഞാൻ ആ സീൻ ചെയ്യേണ്ടി വന്നു. ഞങ്ങളെല്ലാം കൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് ആ സീൻ പറഞ്ഞാൽ ശ്രീനിവാസനെ നേരെ വണ്ടി കയറ്റുന്നു, ഒരു ചക്ക വാങ്ങിക്കുന്നു. ചക്ക വാങ്ങിച്ചിട്ട് അവസാനം ചക്കയും ശ്രീനിവാസനെ കൂടെ കാലിൽ നിന്നെടുത്ത് തൂക്കിയെടുത്ത് താഴെ എറിഞ്ഞിട്ട് പൈസയായിട്ട് ഞാനും ഗ്രൂപ്പും രക്ഷപ്പെട്ടു പോകുന്നതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സീൻ അങ്ങനെ അല്ല സിനിമയിലുണ്ടായിരുന്നത്. സ്ക്രിപ്റ്റിൽ അങ്ങനെ ആയിരുന്നില്ല. രഞ്ജി എഴുതിയ സ്ക്രിപ്റ്റിൽ അതായിരുന്നില്ല. രഞ്ജി എഴുതിയത് ഈ ടാക്സി സ്റ്റാൻഡിൽ വന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് ചന്ത, അവിടെ കിട്ടും ചക്ക, ചക്ക അങ്ങോട്ട് പോകുന്നതാണ്. പൈസ വേറെ രീതിയിൽ നഷ്ടപ്പെടുന്നതായിട്ടായിരുന്നു രഞ്ജി എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഇതിങ്ങനെ മാറ്റിയെടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീനിവാസൻ്റെ ഭാഗത്ത് നിന്ന് ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻ ആസ് ആൻ ആക്ടർ, ആസ് എ റൈറ്റർ ചെയ്തൊരു സിനിമയാണ്. അത് ഇപ്പോഴും ഒരു ഫണ്ണി സിനിമ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരിക്കലും ബോറടിക്കാതെ സിനിമ കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് നഗരങ്ങളിൽ ചെന്ന് രാവർക്കം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954422. എൻ്റെ ആദ്യത്തെ 3-4 സിനിമകൾ ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അതുപോലെ കോമഡിയും ആക്ഷനും ചേർന്ന സിനിമകൾ. അതുപോലെ തന്നെ ഒരു ഫണ്ണി സിനിമയായിട്ട് നഗരങ്ങളിൽ ചെന്ന് രാവർക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ടൊരു സിനിമ ചെയ്താൽ എന്താന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ രഞ്ജിത്താണ് എൻ്റെ ആ സമയത്ത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്തുമായിട്ട് ആ വിഷയം ഒന്ന് ചർച്ച ചെയ്തു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞൊരു ഐഡിയ, ഒരു നല്ല ഹൃദയമുള്ള ഒരാൾ, ഒരു പോലീസുകാരനായാൽ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഒരു കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ട് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതിൽ ഹ്യൂമറുണ്ട്, പക്ഷേ ഹ്യൂമറിലുപരിയായിട്ട് ഒരു വളരെ സെൻറ്റിമെൻ്റലായിട്ടും കുറച്ചൊരു സീരിയസ് ആയിട്ടും പോകുന്നൊരു സിനിമ. അങ്ങനെയാണ് നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്നൊരു സിനിമയെപ്പറ്റി അതിലേക്ക് എത്തുന്നത്. അതിൽ ജയറാമാണ് അതിലെ പ്രധാന കഥാപാത്രം.
ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ പേര് പോലെ തന്നെ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ, ഒരു നന്മ ഉള്ളൊരു മനസ്സിൻ്റെ ഉടമ. ആ നന്മ അയാളെ കൊണ്ട് അബദ്ധത്തിൽ ചാടിക്കുന്നതാണ്. അയാളുടെ നന്മ അയാൾക്ക് തന്നെ ദോഷമായി തീരുന്നതാണ് ആ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് വരുന്നത്. ആ കഥ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ആ സമയങ്ങളിൽ ആ പടങ്ങളിലെല്ലാം മിക്കവാറും എല്ലാ പടങ്ങളിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചിരുന്ന ആളാണ് കല്ലിയൂർ ശശി. അപ്പോൾ കല്ലിയൂർ ശശിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പം കല്ലിയൂർ ശശി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അജിത്തും അവർ ചേർന്നാണ് ഈ നന്മ നിറഞ്ഞ ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കുട്ടനാടൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ അത് വളരെ ഒരു നാട്ടിൻപുറത്തിൻ്റെ നന്മയും ആ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ആ സിനിമ. അപ്പോൾ കുട്ടനാടായതുകൊണ്ട് എൻ്റെ വളരെ കാലത്തൊരു ആഗ്രഹമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കവിയാണ് കാവാലം നാരായണ പണിക്കർ. അദ്ദേഹത്തിനെ കൊണ്ടൊരു സിനിമയ്ക്ക് പാട്ട് എഴുതിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അങ്ങനെ പണിക്കർ സാറാണ് നന്മ നിറഞ്ഞ ശ്രീനിവാസന് വേണ്ടി പാട്ട് എഴുതുന്നത്. കുട്ടനാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമാണ്, അദ്ദേഹത്തിന് അരച്ച ഇലയ്ക്ക് കുടിച്ചതാണ് കുട്ടനാട്. ജോൺസൺ ആയിരുന്നു എൻ്റെ മ്യൂസിക്. 2 പാട്ട് നല്ല രസമാണ് പാട്ട്. അത് നല്ല രസമായിരുന്നു കമ്പോസിങ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ കമ്പോസിങ്ങിന് വേണ്ടി പണിക്കർ സാർ വരുന്നു. അപ്പം ജോൺസൺ ഇരിക്കുന്നു. സാധാരണ ട്യൂൺ ഇട്ടിട്ട് ട്യൂണിനനുസരിച്ച് പിന്നെ ട്യൂൺ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി പാട്ട് എഴുതി കൊണ്ടുവരികയാണ് പതിവ്. അപ്പം വ്യത്യസ്തമായിട്ട് രസമായിട്ട് തോന്നിയത് പണിക്കർ സാറിൻ്റെ ഇരുത്തേക്ക് നല്ല രസമാണ്. പുള്ളി അങ്ങനെ കസേര ഇരിക്കത്തില്ല. ഇപ്പോൾ ജോൺസണിനൊരു ഹാർമോണിയം വെച്ചിട്ടൊരു കസേര ഇരുന്നിട്ട് ടീപ്പോയിഡ് ഹാർമോണിയം വെച്ചുകൊണ്ടിരിക്കുക. പുള്ളി നേരെ വന്ന് ആ ടീപ്പോയുടെ താഴെ അങ്ങ് ഇരുന്നിട്ട് ആ ടീപ്പോയിൽ താളമൊക്കെ പിടിച്ച് പണിക്കർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു നേച്ചറൊക്കെ എങ്ങനെയാണ്. അപ്പം ജോൺസൺ ഇങ്ങോട്ട് ഒരു പല്ലവി മൂളാൻ തുടങ്ങി. മൂളി ചെയ്യുന്നതിന് മുമ്പ് തന്നെ പണിക്കർ സാറിൻ്റെ ലൈൻസ് പാടിക്കഴിഞ്ഞു. അപ്പം തന പാടുമ്പം തന്നെ അദ്ദേഹം അത് പാടി. അപ്പോൾ അത് അത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് പണിക്കർ സാർ ആ പാട്ട് അവിടെ വെച്ച് തന്നെ. എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയായപ്പോൾ തന്നെ 2 പാട്ടിൻ്റെയും കമ്പോസിങ് കഴിഞ്ഞു. അത് രസകരമായ അനുഭവമായിരുന്നു. നല്ല രസമുള്ള പാട്ടുമായിരുന്നു അത്. കുട്ടനാട്ടിലാണ് ആ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്തത്. അതിൽ തിലകഞ്ചേട്ടനുണ്ടായിരുന്നു. തിലകഞ്ചേട്ടനൊരു നല്ല രസകരമായൊരു കരിമ്പാറ മാത്രം എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു പക്ക പോലീസുകാരൻ, യഥാർത്ഥത്തിൽ പോലീസുകാരൻ. എങ്ങനെയാണ് ആ പോലീസുകാരൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് വരുന്ന ജയറാം ശ്രീനിവാസൻ, അങ്ങനെ കുറേ കഥാപാത്രങ്ങളും അവിടുത്തെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അതൊരു കഥകളി പ്രിയനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്ത കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ മകളായ ഉർവശിയായിട്ട് ജയറാം അടുപ്പമാവുന്നു. അങ്ങനെ പോകുന്ന കഥകളാണതിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു ചൂട് സമയത്താണ് അവിടെ കുട്ടനാട് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നല്ല രസകരമായ അനുഭവം ഉണ്ടായില്ല. വയലിലിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു 10-12 മണിയായി. അപ്പോൾ നല്ലൊരു നാടൻ കള്ള് കിട്ടിയാൽ ഈ ചൂടിന് നല്ലതായിരിക്കും എന്നിങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. അപ്പോൾ തിരുവഞ്ചേട്ടൻ പറഞ്ഞു, കൊള്ളാം, നമുക്ക് ഇത്തിരി നല്ല കള്ള് കിട്ടിയാൽ തണുപ്പും ശരീരമൊക്കെ തണുക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു വയലിൻ്റെ വരമ്പിലൂടെ, വലിയ വരമ്പ്, ഒരു സൈക്കിളിൽ കള്ള് ചെത്തി കള്ളുമായിട്ട് പോകുന്ന ഒരാൾ. അപ്പം ഇങ്ങനെ എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ കക്ഷി ഇങ്ങനെ പോകുമ്പം തിലകഞ്ചേട്ടൻ പോലീസ് ഇൻസ്പെക്ടർ വേഷമാണ്, യൂണിഫോമിൽ വന്നിട്ട് പുള്ളി നേരെ കൈ തട്ടി എന്നൊരു വിളി വിളിച്ചു. ഇയാൾ തിരിഞ്ഞു നോക്കി ഒരു പോലീസുകാരൻ. ഇയാൾ ആപ്പാടെ പരിഭ്രമിച്ച് സൈക്കിളും ഇയാളും എല്ലാം കൂടെ നേരെ വയലിൽ വന്ന് വീണ് ആ കള്ളും അത്രയും പോയി. പിന്നെ അതിൻ്റെ മൊത്തം പൈസയെ കൊടുക്കേണ്ടി വന്നു. അത് അങ്ങനെ കുറേ രസകരമായ അനുഭവങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. അത് ആ പടം പൂർത്തിയായിട്ട് അതിൽ ഒരു രസകരമായ അനുഭവം കൂടെ അതിൻ്റെ പടത്തിന് ഡബ്ബിങ് നടക്കുമ്പോൾ അന്നാണ് ഞാൻ നമ്മുടെ പിന്നെ വലിയ ഗാനരചയിതാവും തിരക്കഥാകൃത്തുമൊക്കെയായി മാറിയ ഗിരീഷ് പുത്തഞ്ചേരിയെ പരിചയപ്പെടുന്നത്. അന്ന് ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ടില്ല. ഞാൻ നേരത്തെ എൻ്റെ കൂടെ പറഞ്ഞ വിറ്റ്നസ്സിൽ വർക്ക് ചെയ്ത ഒരു ഹരിദാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഹരിദാസ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആരംഭ പ്രവർത്തനങ്ങളും ആ സമയത്ത് ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കഥ. അപ്പോൾ ഗിരീഷിനെയും കൂട്ടിക്കൊണ്ട് ഹരിദാസ് എന്നെ കാണാൻ വന്നു. ചിത്രാഞ്ജലിയിലാണ് എൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരുന്നത്. വന്നിട്ട് ഹരിദാസിൻ്റെ ആവശ്യം ജയറാമിൻ്റെ ഡേറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജയറാം ഡേറ്റ് തരും എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വിശ്വാസം. അപ്പോൾ ജയറാമിൻ്റെ ഡബ്ബിങ് നടക്കുന്നു. അപ്പോൾ ഗിരീഷും ഹരിദാസും വന്ന് അവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ജയറാമിനോട് പറഞ്ഞു, ജയറാം ഇങ്ങനെ ഹരിദാസിനെ അറിയാം ജയറാമൻ.
അപ്പം ഇങ്ങനെ ഒരു കഥ ഉണ്ട്, കേൾക്കണം. നമുക്കൊന്ന് വൈകിട്ടിരിക്കാം, തമ്പി സാർ കൊണ്ടിരിക്കൂ, നമുക്കൊന്നിച്ച് ചെന്ന് കേൾക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ തന്നെ ഞാൻ ഇവരെയും വിളിച്ച് ഇരുത്തി. അങ്ങനെയാണ് ഗിരീഷ് ഈ കഥ പറയുന്നു. കഥ പറഞ്ഞു. ജയറാം കഥയെല്ലാം കേട്ടു. ജയറാം പറഞ്ഞത് കഥ ഓക്കെ, പക്ഷേ തിരക്കഥയായിട്ടാണ് പുള്ളി പറഞ്ഞത്. തിരക്കഥ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കാനുണ്ട്, വേറെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാം, കഥ ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് മാറി. ആ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഥയും അതിന് തിരക്കഥ എഴുതിയത് രഞ്ജിത്താണ്. അതാണ് ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്നൊരു സിനിമ. അത് ഹരിദാസിൻ്റെ ആദ്യത്തെ സിനിമയായി. അങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരി ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വരുന്നത്. പിന്നെയാണ് അങ്ങനെ രഞ്ജിത്തുമായിട്ട് പുള്ളി പരിചയപ്പെടുന്നതും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണ് രഞ്ജിത്തുമായിട്ടൊരു അടുപ്പമാണ് ഗിരീഷിനെ ഒരു ഗാനരചയിതാവാക്കി മാറ്റുന്നത്. രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതിയ ജോണി വാക്കർ എന്ന സിനിമയിലൂടെയാണ് ഗിരീഷ് ഗാനരചയിതാവായി രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതും ഈ നെന്മോഞ്ഞ ശ്രീനിവാസൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിൽ പെട്ടതാണ്. ആ പടം തിരക്കേടില്ലാതെ കളക്ട് ചെയ്ത പടമാണ്, നല്ലൊരു അഭിപ്രായം കിട്ടിയ പടമാണ്. അങ്ങനെ ഞാനും ജോൺ ബോളും നേരെ വണ്ടിയിൽ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. പിറ്റേ ദിവസം ഗുഡ്നൻ മോഹൻ എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം കേൾക്കുന്ന വാർത്ത ഗുഡ്നൻ മോഹനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള 1-2 പേരും മുതുകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നിടയ്ക്ക് വന്ന കാർ ആക്സിഡൻ്റ് ആവും.